കൃഷ്ണദാസ് പൂർണ്ണമായി ആ നിലയ്ക്ക് സഹകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വേർഷൻ കൃത്യമായി നൽകാൻ കഴിയാതെ പോകുന്നത് എന്ന് ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയുകയാണ്. ഇപ്പോഴും അദ്ദേഹത്തിന് അവസരമുണ്ട്. ഈ ചർച്ചയുടെ 9:30 വരെ നടക്കുന്ന ഈ ചർച്ചയുടെ ഏത് ഘട്ടത്തിലും അദ്ദേഹത്തിൻ്റെ നിലപാട് ആവർത്തിച്ച് പറയാനുള്ള അവസരമുണ്ടാകും. ആ കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്താനുള്ള അവസരമുണ്ടാകും. പക്ഷേ അദ്ദേഹം ഇത് രണ്ടാമത്തെ തവണയാണ് ഫോൺ വിച്ഛേദിച്ചു കൊണ്ടുപോയിരിക്കുന്നത്. ഞാൻ തിരിച്ചു വരാം അദ്ദേഹത്തെ ഫോൺ ലഭിച്ചാൽ അദ്ദേഹത്തിലേക്ക് ഞാൻ തിരിച്ചു വരാം. അതുൽ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മറ്റു പലതരത്തിലുമുള്ള പ്രതികാര നടപടികൾ ഈ ക്യാമ്പസിൻ്റെ ഭാഗത്തുനിന്ന് മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്ന ആരോപണമുണ്ട്. ആ നിലയ്ക്കുള്ള വാർത്തകളും പുറത്തു വന്നിട്ടുണ്ട്. ആ ഘട്ടത്തിലും മാനേജ്മെൻറ്റ് അതൊന്നും നിഷേധിച്ചിട്ടില്ല. എന്തായാലും ആ വാർത്തകളുടെ നിജസ്ഥിതി എന്താണ്? കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാം. ഈ ഒരാഴ്ചയായിട്ട് കൃത്യമായി നടന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ആദ്യത്തെ ദിവസം എനിക്കെതിരെ അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേർക്കെതിരെ പോലീസിന് കംപ്ലൈന്റ് അവർ കൊടുത്തു. അവര് പറയുന്നത് ഞാൻ മദ്യപിച്ചു വന്ന് അവിടെ സർട്ടിഫിക്കറ്റ്, എനിക്ക് ഞങ്ങളുടെ പ്രിൻസിപ്പൾ ഒപ്പിട്ട് തന്നു, നിനക്ക് സർട്ടിഫിക്കറ്റ് വാങ്ങാൻ നിനക്ക് ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് വാങ്ങാം എന്ന് പറഞ്ഞ് ഗ്രീൻ ഇങ്കിലാണ് എനിക്ക് ഒപ്പിട്ട് തന്ന ലെറ്റർ എന്റെ കയ്യിലുണ്ട്. ആ ലെറ്ററുമായി ഞാൻ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പോയപ്പോൾ ഞാൻ മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കി എന്ന് പറഞ്ഞ് പയ്യന്നൂർ സ്റ്റേഷനിൽ എന്നെ വിളിപ്പിച്ചിരുന്നു. ഞാൻ മദ്യപിക്കുന്ന ഒരു വ്യക്തിയല്ല, ഞാൻ മദ്യം കഴിക്കാറില്ല, മദ്യം കുടിക്കാറില്ല. അങ്ങനെ ഒരു വ്യക്തിയെ കുറിച്ച് തീർത്തും പച്ചക്കള്ളമായൊരു ആരോപണമാണ് ശ്രീ കൃഷ്ണദാസും അടക്കുന്ന ഈ പറയുന്ന മാനേജ്മെന്റ് ടീം ഉന്നയിച്ചത്. പിന്നെ രണ്ടാമത്തെ ഇതിനു മുമ്പ് നടന്ന 4 PTA മീറ്റിംഗ്, അതായത് ഞങ്ങളുടെ മാതാപിതാക്കളെ പങ്കെടുപ്പിക്കാതെ നടത്തിയ 4 PTA മീറ്റിങ്ങുകളിലും ഇദ്ദേഹം കൃഷ്ണദാസ് പറയുകയുണ്ടായി, ഞാൻ അമ്മിണി കോളേജിൽ നിന്നും അല്ലെങ്കിൽ അല്ലമീൻ കോളേജിൽ നിന്നും പൈസ വാങ്ങിയിട്ടാണ് ഞാൻ ഇവിടെ ഈ സമരത്തിന് കോളേജിനെതിരെ പ്രവർത്തിക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ അദ്ദേഹം പറഞ്ഞു, ഞാനിപ്പോ ഒരു പുതിയ ബൈക്ക് വാങ്ങിച്ചത് 2 മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ബുക്ക് ചെയ്ത് പൈസ കൊടുത്ത ബൈക്കാണ് ഞാൻ വാങ്ങിച്ചത്. അത് ഡെലിവറി വന്നത് ഈ പ്രശ്നങ്ങൾക്കിടയിലായിരുന്നു. അത് പല ഈ പറയുന്ന അമ്മിണി കോളേജ് അടക്കമുള്ള കോളേജുകൾ എനിക്ക് വാങ്ങിച്ചു തന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനുശേഷം പിന്നെ ഈ പറയുന്ന പോലെ 4 ദിവസം ഈ പറഞ്ഞ മീറ്റിംഗിന് ശേഷമാണ് ഈ പറയുന്ന ആ സസ്പെൻഷന്റെ ഒരു കേസൊക്കെ വന്നിരുന്നില്ലേ. അതായത് ഞങ്ങൾ 4 പേരെ സസ്പെൻഡ് ചെയ്തു, അല്ലെങ്കിൽ തിങ്കളാഴ്ച മാത്രം സസ്പെൻഡ് ചെയ്തു എന്ന്, തിങ്കളാഴ്ചക്ക് ശേഷം മാത്രം ക്ലാസ്സിലിരിക്കാൻ തീരുമാനമാവുള്ളൂ എന്ന് പറഞ്ഞ കേസില്ലേ, അത് ഈ പറഞ്ഞ മീറ്റിംഗിന് ശേഷമാണ്. അപ്പോ ആ മീറ്റിംഗ് നടത്തി. നിങ്ങൾക്ക് ആരോട് വേണമെങ്കിൽ അന്വേഷിക്കാം, നിങ്ങൾക്ക് അവിടെ പോയി ചോദിക്കാം, അവരുടെ സ്റ്റാഫിനോട് ചോദിക്കാം, അല്ലെങ്കിൽ അവിടുത്തെ ബാക്കി സ്റ്റുഡൻസ് അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്, അവരോട് ചോദിക്കാം. അതിൽ മറ്റു പല സാഹചര്യങ്ങളുമുണ്ട്. കഴിഞ്ഞ ദിവസം അവിടെ എക്സാമിനേഷൻ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികൾക്ക് അവസാന നിമിഷം മാത്രം സെന്റർ മാറ്റിവെച്ച കാര്യം അറിയിച്ചുകൊണ്ട് വിദ്യാർത്ഥികളെ ദ്രോഹിക്കുന്ന നടപടി സ്വീകരിച്ചു എന്നതടക്കമുള്ള ആരോപണങ്ങൾ അവിടെ ഉയർന്നിട്ടുണ്ട്. ആ വിഷയങ്ങളിലേക്ക് വരാം. ഞാൻ അതിനു മുൻപ് രോഹിത്, എന്താണ് ഒരു ക്യാമ്പസിൽ ആ ക്യാമ്പസിൻ്റെ മാനേജ്മെൻറ്റും വിദ്യാർത്ഥികളും തമ്മിൽ നടക്കുന്നത് എന്നതിന് ഏറ്റവും കൃത്യമായ ഉദാഹരണം ഈ ചർച്ചയിൽ നിന്ന് തന്നെ ലഭിച്ചു കഴിഞ്ഞു. രോഹിത്, എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ജിഷ്ണു പ്രണോയിയുടെ മരണത്തിന് ശേഷം ഗുരുതരമായ ആരോപണങ്ങളാണ് വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്ന് മാനേജ്മെൻറ്റിനെതിരെ ഉയർന്നു വരുന്നത്. നമുക്കറിയാം, ജിഷ്ണുവിൻ്റെ മരണം കഴിഞ്ഞ് ഇത്ര ദിവസം കഴിഞ്ഞിട്ടും കുറ്റകരമായ ഒരു അനാസ്ഥയാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, ജിഷ്ണുവിൻ്റെ മരണത്തിന് ശേഷം ഈ മാനേജ്മെൻറ്റും അതിൻ്റെ പ്രതിനിധികളും ആദ്യം പറഞ്ഞത് ജിഷ്ണു കോപ്പി അടിച്ചു എന്നാണ്. ജിഷ്ണു കോപ്പി അടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തുണ്ട് കടലാസ് കാണിക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് ഇവർക്ക് ഹാജരാക്കാൻ സാധിച്ചില്ല. പിന്നീട് ഇവർ പറഞ്ഞത് ജിഷ്ണു നോക്കി എഴുതിയെന്നാണ്. അങ്ങനെ വാദത്തിന് വേണ്ടി അംഗീകരിച്ചാൽ പോലും, ആ ഒരു വാദം അംഗീകരിച്ചാൽ പോലും ആർക്കാണ് ഇവർക്ക് ആരാണ് അവകാശം നൽകിയിട്ടുള്ളത്? ഒരു വിദ്യാർത്ഥിയെ റൂമിൽ കൊണ്ടുപോയി അവരെ ശാരീരികമായും മാനസികമായും ഉപദ്രവിക്കുവാനും മർദ്ദിക്കുവാനുള്ള അവകാശം ഈ മാനേജ്മെൻറ്റിന് ആരാ കൊടുത്തിട്ടുള്ളത്? ജിഷ്ണുവിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൃത്യമായി പുറത്തു വന്നു. ആ റിപ്പോർട്ടിനകത്ത് കൃത്യമായി പറയുകയാണ്, മർദ്ദനമേറ്റിട്ടുണ്ട്, ശാരീരികമായിട്ട് വളരെ കൃത്യമായി മർദ്ദനമേറ്റതിൻ്റെ അടിസ്ഥാനത്തിലുള്ള മാനസികമായ ബുദ്ധിമുട്ട് കൊണ്ടാണ് വിദ്യാർത്ഥി മരണപ്പെട്ടിരിക്കുന്നതെന്ന്. ഇവിടെ ഞങ്ങൾ ഈ സമരരംഗത്തേക്ക് വരുമ്പോൾ SFI ഉൾപ്പെടെയുള്ള സംഘടനകൾ പറഞ്ഞത് ഇത് ആത്മഹത്യയല്ല, കൊലപാതകമാണെന്നാണ്. അങ്ങനെയാണെങ്കിൽ ആ കൊലപാതകത്തിന് നേതൃത്വം കൊടുത്ത അല്ലെങ്കിൽ ആത്മഹത്യയ്ക്ക് നയിച്ച ആളുകൾക്കെതിരെ നടപടി സ്വീകരിക്കുവാൻ ഈ ഗവൺമെൻറ് തയ്യാറായിട്ടുണ്ടോ? ജിഷ്ണുവിൻ്റെ അമ്മയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വളരെ കൃത്യമായി പുറത്തേക്ക് വന്നു. അതിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്നത് എന്താ? എനിക്ക് നീതി ലഭിക്കുന്നില്ല, എൻ്റെ മകന് നീതി ലഭിക്കുന്നില്ല, ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയത് ഞങ്ങളുടെ പ്രതീക്ഷയാണ്. അതിനകത്ത് ഈ ഗവൺമെൻറ് നിശ്ചലമായി നിൽക്കുകയാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ദിവസം വരെയായും ആ കുട്ടിയുടെ വീടൊന്ന് സന്ദർശിക്കാൻ പോലും തയ്യാറായിട്ടില്ല.
പ്രിയപ്പെട്ട SFIയുടെ സുഹൃത്ത് ജയ്ക്ക് ഇപ്പോൾ പറഞ്ഞത് ഞങ്ങൾ മാനേജ്മെൻറ്റിൽ നിന്ന് ചില ഉറപ്പുകളൊക്കെ മേടിച്ചിട്ടുണ്ടെന്നാണ്. ഞങ്ങൾക്ക് തോന്നുന്നത് ലോ അക്കാഡമിയുടെ മാനേജ്മെൻറ്റിൽ നിന്ന് കിട്ടിയ ഉറപ്പ് പോലെ പാമ്പാടി നെഹ്റു കോളേജിൽ മാനേജ്മെൻറ്റിൽ നിന്ന് ഇവരിപ്പോൾ ആദ്യം തന്നെ പോയിട്ടൊരു ഉറപ്പ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി വരെ സമരത്തിൽ ഞങ്ങളാരും പ്രതീക്ഷിക്കുന്നില്ല. കൃത്യമായി കേരളത്തിലെ പാമ്പാടി മാനേജ്മെൻറ്റോട് ഞങ്ങൾ പറയുന്നു, ജിഷ്ണുവിൻ്റെ മരണത്തിന് ഉത്തരവാദികളായ ആളുകളെ ഇപ്പോഴും നിങ്ങളവിടെ ആ കോളേജ് ക്യാമ്പസിനകത്ത് പ്രവർത്തിക്കാൻ അനുമതി കൊടുത്തിരിക്കുകയാണ്. PR ഉൾപ്പെടെയുള്ള ആളുകളെ അവരെ അവിടെ നിന്ന് പുറത്താക്കുന്നതുവരെ ഗവൺമെൻറ് ഈ വിഷയത്തിൽ കൊലപാതകത്തിന് നേതൃത്വം കൊടുത്ത ആത്മഹത്യയിലേക്ക് നയിച്ച മുഴുവൻ ആളുകൾക്കെതിരെ ശക്തമായി നടപടി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ വലിയ പ്രതിഷേധമാണ് കേരളത്തിനകത്ത്. വ്യക്തമാണ്. ഞാൻ തിരിച്ചു വരാം. ശ്രീ ജയ്ക്ക്, ഒരു പ്രധാനപ്പെട്ട കാര്യം അതാണ്, ഈ അന്വേഷണത്തിന്റെ ഗതി ഏത് നിലയിലാണ് എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. കാരണം അന്വേഷണത്തിലേക്ക് നമുക്ക് പിന്നീട് വരാം. ആ അന്വേഷണത്തിലേക്ക് വരുന്നതിന് മുൻപ് എങ്ങനെയാണ് അവിടുത്തെ മാനേജ്മെൻറ്റിന് കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ കഴിയുന്നത് എന്ന് ശ്രദ്ധിച്ച് കാണുമല്ലോ. പഴയന്നൂർ സ്റ്റേഷനിലാണ് ഈ അതുൽ മദ്യപിച്ചെത്തിയെന്ന പരാതി മാനേജ്മെൻറ്റ് നൽകിയിരിക്കുന്നത്. അത് ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വളരെ ആത്മാർത്ഥമായി അതുലിനെ വിളിച്ച് അന്വേഷിക്കുകയും ചെയ്തിരിക്കുന്നു. ആ നിലയ്ക്ക് മാനേജ്മെൻറ്റ് താല്പര്യപ്പെടുന്ന തരത്തിൽ അന്വേഷണങ്ങൾ കൊണ്ടുപോകാൻ കഴിയുന്നുവെന്ന ആരോപണമുണ്ട്. മാനേജ്മെൻറ്റിൻ്റെ പരാതിയിലാണ് ജിഷ്ണുവിൻ്റെ മരണത്തെക്കുറിച്ചുള്ള അന്വേഷണം പോലും നീങ്ങുന്നത് എന്ന തരത്തിലുള്ള ആരോപണങ്ങളും ഉയർന്നിട്ടുണ്ട്. ജയ്ക്ക്, അപ്പോഴാണ് ഈ സർക്കാരിൻ്റെ നിലപാടുകളെ പൂർണ്ണമായി വിശ്വാസത്തിലെടുത്തുകൊണ്ട് നിങ്ങൾക്ക് പോകാൻ കഴിയില്ല എന്ന സംശയവും ഉയരുന്നത്. ശ്രീ ഹർഷൻ കേസിനെ സംബന്ധിച്ച് ഉന്നയിച്ച വിഷയങ്ങളിലേക്ക് ഞാൻ വരാം. ഒരു സംശയവും വേണ്ട, നിങ്ങൾ പറഞ്ഞതുപോലെ ഈ കേസിൽ ബോധപൂർവമല്ലാത്ത നരഹത്യയ്ക്ക് മാനേജ്മെൻറ്റ് പ്രതികൾക്കെതിരെ കേസെടുക്കുന്നില്ല എങ്കിൽ ഞങ്ങൾ ശക്തമായ സമരവുമായി ഞങ്ങൾ മുന്നോട്ടേക്ക് തന്നെ പോകും. ഞാൻ മുൻപ് പല ചർച്ചകളിലും വ്യക്തമാക്കിയിട്ടുള്ളതുപോലെ ഞങ്ങൾ സ്വാശ്രയ മേഖലയിൽ സമരം തുടങ്ങുന്ന ഘട്ടത്തിൽ ഞങ്ങൾ ഭരിക്കുന്ന പാർട്ടിയുടെ കൊടിയുടെ നിറം നോക്കിയിട്ടല്ല ഞങ്ങൾ സമരത്തിനിറങ്ങിയത്. ആദ്യം സാങ്കേതിക സർവകലാശാലയുടെ പരീക്ഷ മാറ്റിവെക്കൽ മുതലുള്ള സമരങ്ങളുടെ കാലഗതി പരിശോധിച്ചാൽ ഞങ്ങൾക്കറിയാം. ഞങ്ങൾ തന്നെയായിരുന്നു ആ സമരത്തെ ചാമ്പ്യൻ ചെയ്തുകൊണ്ട് മുന്നിലിരുന്നത്. പിന്നെ ഇവിടെ രോഹിത് SFIയുടെ റോളിനെ സംബന്ധിച്ച് മാനേജ്മെന്റിൽ നിന്ന് ലഭിച്ച ഉറപ്പിനെ സംബന്ധിച്ചൊക്കെ വല്ലാതെ വർത്താനം പറയുമ്പോൾ രോഹിത് ഒരു കാര്യം മനസ്സിലാക്കണം. ഇവിടെ ശ്രീ ഹർഷൻ, നിങ്ങൾ ചർച്ച ചെയ്യാത്തൊരു പ്രശ്നമുണ്ട്. ഈ തൃത്താലയുടെ മെമ്പറായിട്ടുള്ള ശ്രീ VT ബൽറാം ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഉദ്ഘാടനം ചെയ്തൊരു നിരാഹാര സമരം അവിടെ ഇവർ ആരംഭിച്ചിരുന്നു. ഒന്നും രണ്ട് പേരേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമരം ഇപ്പൊ എന്ത് ചെയ്യും? ആ KSUവിന്റെ സമരപ്പന്തൽ നിങ്ങളുടെ മാതൃഭൂമിയുടെ റിപ്പോർട്ടർക്ക് ഇന്ന് നെഹ്റു കോളേജിന്റെ വാദത്തിൽ ചെന്നാൽ കാണാൻ വേണ്ടി കഴിയുമായിരുന്നോ? 4 ദിവസം കഴിഞ്ഞപ്പോൾ ഇവർ സമരം അവസാനിപ്പിച്ചു പോയി. എന്നിട്ടാ ഈ ചാനൽ മുറിയിൽ വന്നെടുത്തിട്ട് മാനേജ്മെന്റിന് വലിയ വർത്താനം പറയുന്നതാ. ആദ്യം പോയി ഒരു സമരം ഏറ്റെടുത്താൽ ആ 10 വിദ്യാർത്ഥികളാണ് നിർത്തി ആ സമരം വിജയിപ്പിക്കാനുള്ള രാഷ്ട്രീയ പാഠം ആദ്യം പഠിച്ചിട്ട് വാ, എന്നിട്ട് മതി SFIക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി വരുന്നതാ. ഞങ്ങൾ ഇന്ന് ചെയ്തത് മാതൃഭൂമിയിൽ തന്നെ കുറച്ചു മുമ്പ് ലൈവായി കാണിച്ചു. ശ്രീ കൃഷ്ണദാസ് എന്ന് പറയുന്ന ആ മാനേജ്മെന്റിന്റെ ഏറ്റവും വലിയ ധനാധപനായ മനുഷ്യൻ അദ്ദേഹം വിളിച്ചു കൂട്ടിയിട്ടുള്ള ഒരു രഹസ്യ യോഗത്തിലിരിക്കുമ്പോൾ ആ രഹസ്യ യോഗത്തിലേക്ക് കടന്നു കയറി അയാളെ എല്ലാ മാധ്യമങ്ങളുടെയും മുന്നിൽ വെച്ച് ഉപരോധിച്ചിട്ടാണ് തിങ്കളാഴ്ച ക്ലാസ് തുടങ്ങുമെന്നും സബ് കളക്ടറുടെയും പോലീസ് അധികാരികളുടെയും സാന്നിധ്യത്തിൽ വിദ്യാർത്ഥി സംഘടനകളെ വിളിച്ച് ചർച്ച ചെയ്യാമെന്നും ഏറ്റവും അടുത്ത ദിവസം തന്നെ പാമ്പാടി നെഹ്റു കോളേജിലും ലക്കടി ക്യാമ്പസിലും ക്ലാസ് തുടങ്ങാനുള്ള ഏർപ്പാട് ഒരുക്കാമെന്ന് മാധ്യമങ്ങളുടെ കൂടെ മുന്നിൽ വെച്ചിട്ടാണ് ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയത്. പിന്നെ ലോ അക്കാഡമി മാനേജ്മെന്റിന് മുമ്പിൽ നിന്ന് ലഭിച്ച ഉറപ്പ് പോലെയാണെന്ന് രോഹിത് ചോദിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ലഭിച്ച അതേ ഉറപ്പിന്റെ ചുവട്ടിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഒപ്പുകൂടിയിട്ട് സമരം അവസാനിപ്പിച്ചിട്ട് ഇവിടെ വന്ന് വലിയ ഗീർവാണം മുഴക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല. രോഹിത്, സമരം ഏറ്റെടുത്താൽ അത് എങ്ങനെ വിജയിപ്പിക്കണമെന്നും തിരിച്ചു വരാം. വ്യക്തമാണ്. ഇപ്പോൾ ശ്രീ V മുരളീധരൻ കൂടി ചേരുകയാണ്. ശ്രീ V മുരളീധരൻ, ഇപ്പോൾ പാമ്പാടി നെഹ്റു കോളേജിന്റെ മാനേജ്മെന്റിന്റെ നിലപാടുകളെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ആ മാനേജ്മെന്റ് അവിടുത്തെ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളെ ഭീഷണിപ്പെടുത്തുന്നു. വേണമെങ്കിൽ കുട്ടികളെ ഇനി ചിലപ്പോൾ മോർച്ചറിയിൽ കാണേണ്ടി വരും എന്ന തരത്തിൽ വരെ അവരെ ഭീഷണിപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വളർന്നിരിക്കുന്നു എന്നതാണ് വിദ്യാർത്ഥികളുടെ ആരോപണം. ആ വാർത്തകളാണ് വരുന്നത്. എന്തായാലും താങ്കൾ ജിഷ്ണുവിൻ്റെ വീട്ടിലെത്തി അവരുടെ ദുഃഖത്തിൽ പങ്കുചേർന്നു. മാത്രമല്ല വേണമെങ്കിൽ ആ വിഷയത്തിൽ ഒരു സമരത്തിന് തയ്യാറാണ് എന്ന സൂചനയും നൽകുന്നു. എന്താണ് നിങ്ങളുടെ തീരുമാനം? അല്ല, ഞങ്ങളെ സംബന്ധിച്ചോളം ഞാൻ ഈ ജിഷ്ണുവിന്റെ വീട്ടിൽ പോകുന്നതിന്റെ തലേ ദിവസം പാമ്പാടി കോളേജിൽ നേരിട്ട് പോയിരുന്നു. പാമ്പാടി കോളേജിൽ അന്ന് പരീക്ഷ കഴിഞ്ഞുള്ള ഫാർമസി കോളേജിലെ വിദ്യാർത്ഥികളും അവിടെയുള്ള എഞ്ചിനീയറിംഗ് കോളേജിലെയും തൊട്ടടുത്തുള്ള ലക്കടി എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഏതാണ്ട് 100-200ഓളം പേര്, അതിലെല്ലാ വിദ്യാർത്ഥി സംഘടനകളിലും പെട്ടിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു. SFIയും KSUവും ABPയിലും ഒക്കെയുള്ള വിദ്യാർത്ഥികൾ. അവരോടൊക്കെ സംസാരിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ ആ വിദ്യാർത്ഥികളുടെ ആവശ്യപ്രകാരം ഞാൻ കോളേജ് അധികൃതരെ കാണാനും അകത്തേക്ക് പോയിരുന്നു. അന്ന് പോയപ്പോ ഫാർമസി കോളേജിലുള്ള 4 വിദ്യാർത്ഥികൾ അതിന്റെ തലേ ദിവസം നടന്ന PTA മീറ്റിംഗിൽ
4 വിദ്യാർത്ഥികളെ രക്ഷാകർത്താക്കളെ ബലം പ്രയോഗിച്ച് അകത്തേക്ക് കടത്താതിരുന്നു എന്നുള്ള ഒരു ആക്ഷേപം. ആ ആക്ഷേപത്തെ കുറിച്ച് ഞാൻ അവിടുത്തെ മാനേജ്മെന്റിന്റെ ചെയർമാൻ അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞത് ഞങ്ങള് അവരെ തിരുത്താൻ വേണ്ടിയിട്ടാണ് ആ 4 പേരെ ആദ്യത്തെ ദിവസത്തെ മീറ്റിംഗിൽ പങ്കെടുപ്പിക്കാതിരുന്നത്. ഞാൻ ചെന്ന ദിവസം ആ 4 സ്റ്റുഡൻസിന്റെ രക്ഷാകർത്താക്കളെ പ്രത്യേകം വിളിച്ചിട്ടുണ്ട്. അവരോട് കാര്യങ്ങൾ സംസാരിച്ച് അവരെ ബോധ്യപ്പെടുത്തി അതിന്റെ അടിസ്ഥാനത്തിൽ അവരെടുക്കുന്ന തീരുമാനം നടപ്പിലാക്കുന്നതാണ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ഈ മീറ്റിംഗ് നടക്കുന്നതിന്റെ തലേ ദിവസം ഈ ജോലി ചെയ്തിരുന്നുവെങ്കിൽ ഒരു കോമൺ മീറ്റിംഗിൽ നിന്ന് അകറ്റി നിർത്തപ്പെടുക എന്നുള്ള ഒരു വിഷമം ആ കുട്ടികൾക്കും അവരുടെ രക്ഷാകർത്താക്കൾ ഉണ്ടാവില്ലായിരുന്നു. അത് കഴിഞ്ഞ് രക്ഷാകർത്താക്കളെയും കണ്ടു. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് മാനേജ്മെന്റ് പ്രതികാര നടപടികളുമായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ള മനോഭാവമാണ് അന്ന് എനിക്ക് അവിടുത്തെ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. വിദ്യാർത്ഥികൾ അതിനെ ചെറുക്കാൻ വേണ്ടിയിട്ടുള്ള ശക്തമായിട്ടുള്ള സമരമാർഗങ്ങൾ അവലംബിക്കുന്നതിനുള്ള ഒരു മാനസിക നിലയിലാണ് ആ വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നത്. തീർച്ചയായും ശ്രീ വി മുരളീധരൻ, അതാണ് ഒരു സങ്കോചവും ഇല്ലാതെ താങ്കളോട് ആ നിലയ്ക്ക് ഒരു നിലപാട് പറയാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ടെങ്കിൽ ഈ വിദ്യാർത്ഥികളോടും അവരുടെ രക്ഷിതാക്കളോടും ഏത് തരത്തിലായിരിക്കും പെരുമാറുന്നത് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അദ്ദേഹം ഏത് തരത്തിൽ അതിനെ നിഷേധിച്ചാലും ഈ വിദ്യാർത്ഥികൾ ഈ നിലയ്ക്ക് പറയുന്നു. താങ്കളെ പോലുള്ള ഒരു നേതാവിനോട് ആ ക്യാമ്പസിൽ വെച്ച് ഇതുപോലെ അവരെ തിരുത്താൻ വേണ്ടി അവരെ അകത്ത് കയറ്റിയിട്ടില്ല എന്ന് അദ്ദേഹം സമ്മതിക്കണമെങ്കിൽ അതും ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ ചെയ്തികളുടെ ഒരു സ്വഭാവം എന്താണ് എന്നതിലേക്ക് വെളിച്ചം വീശുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, എന്തായിരിക്കും തുടർന്ന് നിങ്ങളുടെ നിലപാട് ഈ വിഷയത്തിൽ? പ്രത്യേകിച്ച് വിഷ്ണുവിൻ്റെ വിഷയത്തിലും അന്വേഷണം ഇഴഞ്ഞു നീങ്ങുകയാണ്. ആ വിഷയത്തിൽ എവിടെയും എത്തിയിട്ടില്ല കാര്യങ്ങൾ എന്ന സാഹചര്യവും നിലനിൽക്കുന്നു. അല്ല, ആ അന്വേഷണത്തെ സംബന്ധിച്ച് വലിയ ധാരാളം പരാതികളുണ്ട്. കാരണം ഞാൻ അതിനുശേഷം അടുത്ത ദിവസമാണ് ജിഷ്ണുവിന്റെ വീട്ടിൽ പോയത്. ജിഷ്ണുവിന്റെ അച്ഛനുമായിട്ടും ജിഷ്ണുവിന്റെ അമ്മാവനുമായിട്ടും ഞാൻ സംസാരിച്ചു. ആ പോസ്റ്റ്മോർട്ടം എന്ന് പറയുന്ന സംഭവത്തെക്കുറിച്ചും പോസ്റ്റ്മോർട്ടത്തിന് മുൻപ് നടന്നിട്ടുള്ള പല കാര്യങ്ങളും, അതായത് ആ മുറി, ജിഷ്ണു ആത്മഹത്യ ചെയ്ത മുറി, ആ മുറി സീലിയെ പോലും ചെയ്യാതെ അവിടെ എല്ലാ തരത്തിലുള്ള എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണമോ അതിനുള്ള എല്ലാ സാഹചര്യവും ഒരുക്കി കൊടുത്തുകൊണ്ടാണ് അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ചെയ്തത്. മാത്രമല്ല വാർത്തകളിലൊക്കെ വന്നിട്ടുള്ള കാര്യമാണ്, പോസ്റ്റ്മോർട്ടം നടത്തിയത് പോലീസ് സർജനാണ് സാധാരണഗതിയിൽ നടത്തേണ്ടത്. പക്ഷേ ഒരു PG സ്റ്റുഡന്റ് ആണ് പോസ്റ്റ്മോർട്ടം നടത്തിയത്. അപ്പൊ ഈ കേസ് അട്ടിമറിക്കാനായിട്ട് മാനേജ്മെന്റിന്റെ താല്പര്യപ്രകാരം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ സ്വാധീനിച്ചുകൊണ്ട് ഈ കേസ് അട്ടിമറിക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നു. സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ അവിടുത്തെ വിദ്യാർത്ഥികൾ നേരിട്ട് കാണുകയുണ്ടായി. വിദ്യാഭ്യാസ മന്ത്രി ഇതുവരെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷെ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഒരു ഇടപെടലും ഇതുവരെ ഉണ്ടായിട്ടില്ല. കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്ന് ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല. കലക്ടർക്ക് കൊടുത്ത നിവേദനത്തിന്റെ ഭാഗമായിട്ട് കലക്ടർ സബ് കലക്ടറെ അയച്ച് ചില കാര്യങ്ങളൊക്കെ അവിടെ ചർച്ച ചെയ്തു എന്ന് പറയുന്നു. പക്ഷേ വിദ്യാർത്ഥികളെ കൂടി അവർക്ക് പറയാനുള്ളത് കേൾക്കാൻ അവർക്ക് ധാരാളം കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം അവരെ കേൾക്കാൻ മാനേജ്മെന്റ് തയ്യാറല്ല, സർക്കാർ തയ്യാറല്ല, സർവകലാശാല തയ്യാറല്ല, കലക്ടർ തയ്യാറല്ല, ബന്ധപ്പെട്ട അധികാരികൾ ഒന്നും തയ്യാറില്ല. പകരം രക്ഷാകർത്താക്കളെ വിളിച്ച് രക്ഷാകർത്താക്കളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഈ കുട്ടികളെ വരുതിക്ക് നിർത്താനുള്ള ഒരു നീക്കമാണ് ഇപ്പൊ മാനേജ്മെന്റിന്റെ ഒരു സ്ട്രാറ്റജി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായും ആ സാഹചര്യത്തിൽ എന്തായിരിക്കും നിങ്ങളുടെ തീരുമാനം? ഒരു സമരത്തിലേക്ക് തന്നെ അവിടെ കടക്കുമോ? ഞാൻ വിദ്യാർത്ഥികളുടെ കൂടെയാണ് മാനേജ്മെന്റിനെ കാണാൻ പോയത്. മാനേജ്മെന്റിന്റെ ആളുകളോട് ഞാൻ വളരെ വ്യക്തമായിട്ട് സൂചിപ്പിച്ചു, നിങ്ങൾ 18 വയസ്സ് കഴിഞ്ഞ കുട്ടികളെ ഒരു പട്ടാള ക്യാമ്പിൽ വളർത്തുന്നത് പോലെ വളർത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് ഈ കാലത്ത് നടപ്പിലാകില്ല. കാരണം ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ മിണ്ടാൻ പാടില്ല. താടി വളർത്തിക്കഴിഞ്ഞാൽ താടി ഒരു ദിവസമെങ്കിലും വളർന്നിട്ടുണ്ടോ എന്ന് താടി തടവി പരിശോധിക്കുന്നു എന്നാണ് അവിടുത്തെ കുട്ടികൾ പറയുന്നത്. അങ്ങനെയൊക്കെയുള്ള രീതിയിൽ വിദ്യാർത്ഥികളെ കൈകാര്യം ചെയ്യുന്നത് ശരിയായ രീതിയല്ല. ഇപ്പൊ വിദ്യാർത്ഥികളോട് നിങ്ങൾ എടുക്കുന്ന ഈ പെരുമാറ്റം നാളെ പൊതുസമൂഹം ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് വലിയ ദോഷകരമായിട്ട് ബാധിക്കും. അതുകൊണ്ട് ഞങ്ങൾക്കിപ്പോ സ്ഥാപനം തകർക്കണം എന്നുള്ള ആഗ്രഹമൊന്നുമില്ല. പക്ഷേ വിദ്യാർത്ഥികൾക്ക് ന്യായമായിട്ടുള്ള അവരുടെ അവകാശങ്ങൾ, ആ അവകാശങ്ങൾ അംഗീകരിക്കപ്പെടണം, അതിനുള്ള സാഹചര്യം ഒരുക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് വിദ്യാർത്ഥികളുടെ മുന്നിൽ നിന്ന് തന്നെയാണ് ഞാൻ സംസാരിച്ചത്. തീർച്ചയായും വ്യക്തമാണ് നിലപാട്. ഞാൻ തിരിച്ചു വരാൻ വളരെ പെട്ടെന്ന് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.